ഉമ്മയുടെ പാൽ സർബത്ത് ഭയങ്കര ഫേമസ് ആണ് അല്ലേ? അതെ. ഉമ്മ ചിരിക്കുന്നത് ഇതാണ് അപ്പൊ അതിന്റെ പാൽ സർബത്തിന്റെ? അതെ ആണല്ലേ. ഇതപ്പോ എന്തുവാ? ഇത് പുതിന, നെല്ലിക്ക, നാരങ്ങ സർബത്ത്. നാരങ്ങ സർബത്ത് അല്ലേ? ഇത് പാൽ സർബത്ത് അല്ലേ? ഇത് മൊത്തം നിറച്ച് കൊണ്ടുവരുമോ? ഇത് മൂന്നാമത്തെ കലക്ക്. ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് കുടിക്കാറുള്ള, എനിക്കിവിടെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു ഉള്ളു തണുക്കുന്ന രീതിയിലത്തെ ജ്യൂസാണ്. സ്ഥിരമാണ്. 30 രൂപയ്ക്ക് നമുക്ക് നല്ല സന്തോഷമായിട്ട് കുടിക്കാവുന്ന രീതിയിലാണ്. ഉമ്മ ചില ദിവസങ്ങളിൽ ഇത് കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും തരും. അത് നമ്മുടെ വയറ് ഫുള്ളാക്കും. ശേഷിച്ചിട്ട് പാലൊഴിക്കും. അതെ, ഇത് പാല്. ഇത് പാല്. ഇത് ഐസ്ക്രീമൊക്കെ ഇടും. കണ്ടോ കണ്ടോ, ഒരുപാട് ഐറ്റം ഉണ്ട്. നമ്മളെല്ലാം പറയത്തില്ല. നമ്മളെ കണ്ട ഈ സർബത്ത് കുടിച്ച് തീരാറായപ്പോൾ ഉമ്മ വീണ്ടും ഒഴിച്ചു. ഇത് കണ്ട എന്തോരം ചോക്ലേറ്റ് ആണെന്ന് നോക്കിയേ. ഉമ്മ ഈ ചോക്ലേറ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് 30 രൂപ മേടിക്കുന്നുള്ളൂ. കാണുന്നതാണോ? ചോക്ലേറ്റ് ആണ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ ഒരു കട. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് നിറഞ്ഞിരിക്കുന്ന ഒരു കടയാണ് സീനത്തുമ്മയുടെ പാൽ സർബത്ത് കട. അപ്പം ഉമ്മ എന്ന് കാണാൻ വന്നതാണ്. ഉമ്മക്ക് 75 വയസ്സോളം പ്രായമുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഒരു തവണ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരം ഇവിടെ വന്ന് ഈ പാൽ സർബത്ത് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. നമുക്കൊന്ന് ഉമ്മ ഒന്ന് കാണാം, കൂടുതൽ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാം. ഉമ്മ പേരെന്നാ? പേര് സീനത്ത് ബീവി. സീനത്ത് ബീവി. ഉമ്മയുടെ പാൽ സർബത്ത് ഭയങ്കര ഫേമസ് ആണ് അല്ലേ? അതെ. ഉമ്മ ചിരിക്കുന്നത് ഇതാണ് അപ്പൊ അതിന്റെ പാൽ സർബത്തിന്റെ? അതെ. ആണല്ലേ. ഇതപ്പോ എന്തുവാ? ഇത് പുതിന, നെല്ലിക്ക, നാരങ്ങ സർബത്ത്. നാരങ്ങ സർബത്ത് അല്ലേ? ഇത് പാൽ സർബത്ത് അല്ലേ? ഇത് മൊത്തം നിറച്ച് കൊണ്ടുവരുമോ? ഇത് മൂന്നാമത്തെ കലക്ക്. ഇത് മൂന്നാമത്തെ കലക്കുന്നതാണോ? ഇവിടെ ആണോ എല്ലാം ചെയ്യുന്നത്? അല്ല, വീട്ടിൽ നിന്ന് വിലക്കി കൊണ്ടുവരും. പിന്നെ ആപ്പിളും ഒക്കെ അടിച്ചോണ്ട് വരും. എല്ലാം ചേർത്ത് വിൽപ്പന അനുസരിച്ച് എല്ലാവരും കുപ്പിയുടെ അകത്തൊക്കെ കൊണ്ടുപോകും. ഒരു കുപ്പിക്ക് ഇതോ? ഞാൻ 18 വർഷം മല്ലപ്പള്ളിയിലിരുന്നു. ഇപ്പം അവിടെ കടമുറി എടുത്ത മല്ലപ്പള്ളിയിൽ. ഇവിടെ വന്ന് 5 വർഷമായി. ആലപ്പുഴ 5 കൊല്ലം അല്ലേ? ഇവിടെ തന്നെ ആയിരുന്നു നേരത്തെ? അപ്പുറത്തായി. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പറവൂർ അല്ലേ? അതെ, പറവൂര് വില്ലേജ് ഓഫീസ് ഫ്രണ്ട്. ഫ്രണ്ടില് ഇത് വില്ലേജ് ഓഫീസ്, ഞാൻ ഫ്രണ്ടില്. റോഡിന്റെ വീതിയെ കൂട്ടിയപ്പം വില്ലേജ് ഓഫീസൊക്കെ പോയി. എന്നാലും ഉണ്ട്. ഇത് നമ്മൾ ആലപ്പുഴ അല്ലേ? ഹൈവേ അല്ലേ? ആലപ്പുഴ ഹൈവേ ആണ്. അതിൽ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ അമ്പലപ്പുഴ പോകുന്ന വഴിയാണ്. അതെ അതെ. അവിടെയാണ് റോഡിന്റെ ഇങ്ങേ സൈഡിലല്ലേ നമ്മുടെ സീനത്തുമ്മയുടെ ഈ കട. എൻ്റെ വീട് മല്ലൂരാണ്. ഇപ്പം എൻ്റെ കുടുംബമൊക്കെ ആലപ്പുഴ. ഞാൻ എപ്പോൾ ആലപ്പുഴ വന്നാലും ഇത്താടെ അടുത്ത് തന്നെ കുടിച്ചിട്ടേ പോകത്തുള്ളൂ. പാൽ സർബത്താണ് എൻ്റെ ഇത്താടെ ഫേവറേറ്റ്. പാൽ സർബത്ത് തന്നെയാണ്. എപ്പോൾ വന്നാലും മസ്റ്റാണ്. ഇവിടെ വരും കുടിച്ചിട്ടേ പോകത്തുള്ളൂ. സൂപ്പർ സർബത്ത് കട നടത്തുന്ന ഉമ്മ. എന്നാൽ ഇപ്പം പേര് കിട്ടിയിരിക്കുന്നു. മക്കളൊക്കെ ഉണ്ടോ? 2 ആൺമക്കൾ. മോനുള്ളപ്പഴ ഭയങ്കര കച്ചവടം. എന്നാ ഞാനിവിടെ സ്ഥിരം കുടിക്കുന്നതാണ്. നല്ല പാൽ സർബത്താണ്. അതും പാൽ സർബത്താണ്. ഇവിടുത്തെ ഫേമസ് ആണല്ലേ? പിന്നെ മിക്കപ്പോഴും വരും. ഇപ്പം മൂത്തവനിവിടെ ഉണ്ട്. അങ്ങോട്ട് പോയിരിക്കും. ഉണ്ടെങ്കിൽ നല്ല കച്ചവടമായിരിക്കും അല്ലേ? ഭയങ്കര കച്ചവടം. ഈ മഴയൊക്കെ ആയതുകൊണ്ട് പ്രശ്നമായിരിക്കും. ഇന്നലെയൊന്നും മഴയായതുകൊണ്ട് വലിയ കച്ചവടം. എന്നാലും ഉണ്ട്. ഇന്നിപ്പം 2ാമത്തെ കലക്ക് വിലക്കിയത് തീർന്നു. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് അല്ലേ? പാൽ സർബത്ത്. അതുപോലെ മാങ്കോടത്. മാങ്ങയുടെ സമയത്ത് നീലമാങ്ങ മേടിച്ചു. അത് നമുക്ക് എടുത്തു കൊടുക്കാൻ 4 പേരുണ്ടെങ്കിലും പറ്റും. അതുപോലെ മാങ്ങയുടെ ഐറ്റം. എല്ലാ ഐറ്റവും അറിയാം. അതുകൊണ്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ആപ്പിള്, പിന്നെ കോഫി,
പിന്നെ 4-5 ഐറ്റം ഉണ്ട്, അതൊന്നും നമ്മൾ പറയത്തില്ല. പിന്നെ നിറവൻ്റെ സർബത്ത് വിൽപ്പന, നിറവൻ്റെ അതെല്ലാവരും മേടിക്കും. കൊള്ളാം, അടിപൊളിയാണ് ഉമ്മയുടെ പാൽ സർബത്ത്. ഞങ്ങൾ സ്ഥിരം കയറുന്നതാണ്. അതെ അതെ, പാൽ സർബത്തിന്റെ ആളാണ് എല്ലാവരും. അടിപൊളിയാണ്, പിന്നെ അടിപൊളിയാണ്. അതെ 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 അതെ, ഞങ്ങൾ ക്ലാസ്സിന് പോയിട്ട് വരുമ്പോൾ കയറുന്നതാണ്. വരുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് വണ്ടി നിറച്ചും വന്നു. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇതിലേ പോയ ഇവിടെ കയറും. തിരുവനന്തപുരം, എറണാകുളം, തിരുവനന്തപുരം സ്ഥിരം വരുന്നവർ. വിശേഷിച്ചിട്ട് പാലൊഴിക്കും. അതെ, ഇത് പാല്, ഇത് പാല്. ഇത് ഐസ്ക്രീമൊക്കെ ഇടും. കണ്ടോ, കണ്ടോ, ഒരുപാട് ഐറ്റം ഉണ്ട്. അത് നമ്മളെല്ലാം പറയത്തില്ല. രഹസ്യം പറഞ്ഞാൽ നടക്കുവോ? പോവും, അതുകൊണ്ട് പറയത്തില്ല. പക്ഷേ ഉണ്ട്. ഇതിടും, അണ്ടിപ്പരിപ്പ്. എല്ലാ ഐറ്റവും കൂടി ഇടുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം വരും. നമ്മൾ നല്ല ടേസ്റ്റ് അല്ലേ കൊടുക്കുമ്പോൾ. പാൽ സർബത്ത് കേക്ക്. ഈ പാൽ സർബത്തിന് എത്രയാ വില? 30 രൂപയാണ് ഇതിന്. ഓ, പാൽ സർബത്ത് നാരങ്ങയ്ക്ക് എല്ലാം ഇവിടെ 30 ഉള്ളു. എല്ലാത്തിനും 30 അല്ലേ? ഉമ്മയുടെ കൈപ്പുണ്യാണ് അല്ലേ? എല്ലാവരും പറയുന്നു. ഓക്കെ 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 ഓക്കെ. ഇതാണ് നമ്മുടെ സീനത്തുമ്മയുടെ കടയിലെ പാൽ സർബത്ത്. അതിലെ സീക്രട്ട് പറഞ്ഞു തരത്തില്ല, പറഞ്ഞു തന്നാൽ പോയി. നമ്മളോട് ആർക്കും വിരോധമില്ലല്ലോ, നമ്മളങ്ങനെ ആരോടും പിണങ്ങാനുള്ള ഇടവ് കൊടുക്കുന്നില്ല. അവിടെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാ അല്ലേ? ഉമ്മ എത്ര സമയത്തിനാണ് വരുന്നത്? ഞാനോ 10 മണിയാകുമ്പോൾ വീട്ടിലെല്ലാ ജ്യൂസുകളും അടിച്ചുകൊണ്ട്. എത്ര മണി വരെ ഉണ്ട് ഇത്? ചിലപ്പം 3 മണിക്ക് തീരും, ചിലപ്പം 4 മണിക്ക് തീരും, ചിലപ്പം 2 മണിക്ക് തീരും. 3 ബക്കറ്റൊക്കെ കലക്കും. മോനുള്ളപ്പം 3 ബക്കറ്റ് 4 ബക്കറ്റ് അങ്ങനത്തെ 3 ബക്കറ്റൊക്കെ തീരും അല്ലേ? നമ്മൾ എത്ര വർഷമായിട്ട് ഉമ്മാനെ കാണുന്നത്? വർഷങ്ങളായിട്ട് ഉമ്മ ആ സൈഡിലായിരുന്നു. ഇതൊക്കെയാണ് ഉമ്മയുടെ കാര്യങ്ങൾ. നമ്മളിതിലെ എൻ്റെ വീടിന് അപ്പുറത്താണ്. നമ്മളിതിലെ വന്നു കഴിഞ്ഞാൽ ഉമ്മ വിടത്തില്ല. ഇപ്പൊ തന്നെ പരാതി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നമ്മളിവിടെ യൂണിയൻ തൊഴിലാളിയാ. ഉമ്മ വിടത്തില്ല. വരാത്തതിന് ഭയങ്കര പരാതിയാ. എങ്ങനെയുണ്ട് പാൽ സർബത്ത്? അടിപൊളിയാ. കുടിച്ചോ? ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് കുടിക്കാറുള്ള, എനിക്കിവിടെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു ഭയങ്കര ഉള്ളു തണുക്കുന്ന രീതിയിലത്തെ ജ്യൂസാണ്. സ്ഥിരമാണ്. 30 രൂപയ്ക്ക് നമുക്ക് നല്ല സന്തോഷമായിട്ട് കുടിക്കാവുന്ന രീതിയിലാണ്. ഉമ്മ ചില ദിവസങ്ങളിൽ ഇത് കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും തരും. അത് നമ്മുടെ വയറ് ഫുള്ളാക്കും. പാൽ സർബത്തിനേക്കാളും എനിക്കിഷ്ടം അതാണ്. പക്ഷെ ഇന്ന് മൂഡ് തോന്നിയത് ഇത് കുടിക്കാനാണ്. നാരങ്ങ സർബത്ത് അല്ലേ? പല വെറൈറ്റീസും കൊടുക്കാറുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ ഉമ്മയുടെ മോനാണ് ഇവിടെ. അപ്പോൾ അന്നെന്താ മാങ്ങയുടെ ഒക്കെ വെള്ളം ഉണ്ടായിരുന്നു. സീസൺ അനുസരിച്ച് നല്ല വെള്ളം തരും. ഉമ്മേ, അപ്പൊ അടിപൊളി പാൽ സർബത്ത് അല്ലേ? നേരത്തെ എന്തോ പറഞ്ഞല്ലോ, ഏലക്കായും നിറവണ്ടി എല്ലാം ചേർക്കുന്നതാ. പാല്, ആപ്പിള് ഇതിനകത്തല്ലേ? ആപ്പിള്, എല്ലാം പറഞ്ഞാൽ രഹസ്യം മൊത്തം ആയിപ്പോവും. അവിടെ എല്ലാം പറയാതെ പറയത്തില്ല. അപ്പൊ 5 കൊല്ലമായി ഇവിടെ അല്ലേ? ആലപ്പുഴയില് ആ സൈഡിലല്ലേ? പക്ഷെ എന്തെല്ലാം ഐറ്റങ്ങളായിരുന്നു. എല്ലാരും ചിരിയ വണ്ടി വരുന്നവരല്ല. കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നോ? ജ്യൂസുകൾക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു ഉമ്മ അടുത്ത്. ഉമ്മ റോഡിന്റെ അപ്പുറ സൈഡിലായിരുന്നു. ആടുവാപ്പ, കുഞ്ഞാലിക്കുട്ടി, അത് കൊള്ളാം. അപ്പൊ ഇപ്പൊ നമ്മള് 5 കൊല്ലമായിട്ട് സീനത്തുമ്മ നമ്മൾ ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴ പറവൂര് അല്ലേ? അപ്പൊ പറവൂര് വില്ലേജ് ഓഫീസിന് തൊട്ടടുത്തായിട്ട് ഉമ്മ ഉണ്ട്. ഈ അടുത്തായിട്ട് ഉമ്മ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ വന്ന് അങ്ങ് വൈറലായി. ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഉമ്മയെ നിർത്തിക്കൊണ്ട് പറയല്ല, സംഭവം സൂപ്പറാ കേട്ടോ.
അതാ അതാ അതെ അതെ കടയിടാൻ വന്ന് ഞാൻ പറഞ്ഞു ഇവിടെ അവിടെ എല്ലാം കടയിട്ടു. ആ എനിക്കൊരു പ്രശ്നം, എൻ്റെ കടയിൽ വിൽക്കുന്നതേ വിൽക്കട്ടെ, ആ കിട്ടുന്നത് എനിക്ക് കിട്ടും. ആര് കടയിട്ടാലും പ്രശ്നമില്ല. ആരിട്ടാലും എനിക്ക് പ്രശ്നമില്ലല്ലോ. നമ്മളെ വിൽക്കുന്നത് നമ്മളെ പാത്രത്തിൽ അങ്ങനെ. അത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അത് അടുത്ത ദിവസം വരുമ്പോൾ കുടിക്കാം. ഇത് കുടിച്ചു അത് കുടിച്ചിട്ട് നമ്മൾ അത് രണ്ടെണ്ണം കുടിച്ചാൽ ഇത് പാലല്ലേ, അത് വേണ്ട. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി പിന്നെ ഒരു ദിവസം വരാം. ഉമ്മ ഇതിന് ഏറ്റവും അവസാനത്തെ കുറേ ചോക്ലേറ്റ് കിടക്കുന്നു. ചോക്ലേറ്റ് അതിനെ അച്ഛനും കൂടി ഒഴിക്കാൻ ആണോ? ഓ കൂട്ടൊന്നും പറയുന്ന കാര്യങ്ങളെ ഉമ്മ അതിനെ കൂട്ടൊന്നും പറയത്തില്ല, പക്ഷെ അതിനകത്ത് ചോക്ലേറ്റ് ആണ്. ഡയറി മിൽക്ക് ആണോ എന്തുവാ? കുറച്ചൊഴിക്കാളൂ ഉമ്മ. അയ്യോ, അപ്പോൾ അങ്ങനെ കുടിച്ചു തീരായപ്പോൾ ഉമ്മ താണ്ട വീണ്ടും ഒഴിച്ചു അതിനകത്തേക്ക്. അതിൻ്റെ അടി നല്ല ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇച്ചിട്ടോ. ഓക്കെ, അപ്പോൾ കപ്പലണ്ടി ഇട്ടു. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. നമ്മളെ വേണ്ട ഈ സർബത്ത് കുടിച്ച് തീരാറായപ്പോൾ ഉമ്മ വീണ്ടും ഒഴിച്ചു. ഇത് കണ്ട എന്തോരം ചോക്ലേറ്റാന്ന് നോക്കിയേ. ഉമ്മ ഈ ചോക്ലേറ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് 30 രൂപ മേടിക്കുന്നുള്ളൂ. എല്ലാരും പറയുന്നു ഉമ്മ വെള്ളത്തിന്റെ കാശ്. ഇതാണ് ചോക്ലേറ്റ് ആണ്. ഒരു പാൽ സർബത്ത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുകയില്ല. ഉമ്മ ഒരു സർബത്തിന് പകരം 1.5 സർബത്താണ് വേറെ. അപ്പോൾ വയറ് നിറയും. ആ സന്തോഷം കൊണ്ടായിരിക്കും എല്ലാവരും വരുന്നത് അല്ലേ? അത് പറഞ്ഞല്ലോ, ഇന്ന് തിരുവനന്തപുരത്ത് ഇതിലേ പോയ ഉമ്മാർക്ക് എത്ര വേണമെങ്കിലും ഒരു വെള്ളം കുടിക്കാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി അതുപോലെ ഞാനും വരും കേട്ടോ. 5-6 പേര് ഇന്ന് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ നിന്നും നമ്മുടെ അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് പരവൂർ വില്ലേജ് ഓഫീസ് തൊട്ടടുത്താണ്. അപ്പം സീനത്തുമ്മയുടെ കടയിൽ ഈ പാൽ സർബത്ത് കുടിക്കാൻ വന്നതാണ്. അപ്പം എല്ലാവരും വരിക, കുടിക്കുക, ഉമ്മാക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുക അല്ലേ ഉമ്മ? അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.